ഹായ് ഫ്രണ്ട്സ്, സിബിൻ വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സുഹൃത്തുക്കളെ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞാൻ വിജയിനെ കാണാനായിട്ട് കരൂരിലേക്ക് പോയായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അവിടെ നമ്മൾ ഫാമിലിയായിട്ട് നമ്മളെ റിലേറ്റീവിൻ്റെ വീട് പാലക്കാടുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് പോയത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പം ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗ്രൗണ്ടൊന്നുമല്ല, ഒരു റോഡാണ്. ആ റോട്ടിലാണ് വിജയ് വരുന്നത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വയ്യ. അവസാനം വണ്ടി അവിടെ റോഡ് സൈഡിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നാണ് നമ്മളൊരു വീട്ടിൻ്റെ മേളിൽ അവിടെ പോയി നിന്നത്. അപ്പോൾ നേരത്തെ അവിടെ പോയി സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ആ വീട്ടിൻ്റെ അവിടെ പോയി കയറി. അപ്പം നമ്മൾ പോയപ്പം വെള്ളമൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ അൺലിമിറ്റഡായിട്ട് ആളുകൾ ഇങ്ങനെ വന്നോളൂ, ജനത്തിരക്ക്. അവസാനം അത് കണ്ടുകൊണ്ട് ഒരു 4 മണിയൊക്കെ ആയപ്പം ജനസാഗരം. അത് കാണുമ്പം തന്നെ പേടിയാവും, അത്രയ്ക്ക് ജനം. എല്ലാവരും ഓ ഓ എന്നൊക്കെ കിടന്ന് വിളിയോട് വിളി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിള്ളേരൊക്കെ കിടന്ന് എനിക്ക് തണ്ണി വെള്ളം വെള്ളം എന്നും പറഞ്ഞൊക്കെ നമ്മളൊരു വീട്ടിൻ്റെ മേളിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ആദ്യമേ അവിടെ അങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മളതിങ്ങനെ കണ്ടോണ്ട് കൊച്ചുങ്ങളൊക്കെ തണ്ണി തണ്ണി എന്നൊക്കെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിജയ് വന്ന്. പക്ഷേ വിജയ് വന്നിട്ട് നമുക്ക് അറിയാനൊന്നും പറ്റില്ല. എന്തോ ഒരാളിങ്ങനെ നിൽക്കണു, അത്രേ നമുക്ക് വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റില്ല. പക്ഷേ അത് കാണാനാണ് നമ്മൾ പോയത്. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ആംബുലൻസ് വരുന്നു, ആളുകളെ വിളി, ഒരു ബഹളമായിരുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഇത് സംഭവിച്ചത് ഈ ആൾക്കാരുടെ തിരക്ക് കാരണമാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. കാരണം ഒന്ന് നിന്ന് തിരിയാനുള്ള സ്പേസ് പോലും അവിടെ ഇല്ലായിരുന്നു. അത്